ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡൽഹിയിലേക്ക്. വൈകുന്നേരം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിലാണ് എറണാകുളത്ത് നിന്ന് 15 പ്രവർത്തകർ പുറപ്പെട്ടത്. വിവിധ ജില്ലകളിൽ നിന്നായി 250ഓളം പ്രവർത്തകരാണ് 5 ദിവസത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ തുടർച്ചയായി സമരമുള്ള ദിവസത്തോളം നിൽക്കണമെന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. സമരത്തിന് പൂർണ്ണ ദിവസവും സമരം അവസാനിക്കുന്നത് വരെയുള്ള പിന്തുണയുമായി ഡിവൈഎഫ്ഐയുടെ സഹാക്കൾ സമര പന്തലിലുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 250ഓളം സഹാക്കളാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇന്ന് പുറപ്പെടുന്നത്. കൂടുതൽ ആളുകൾ ഈ ട്രെയിനിൽ തന്നെയാണ് കൂടുതൽ ആളുകളും പുറപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തന്നെ എറണാകുളത്തെയും അതുപോലെ തന്നെ കോട്ടയത്തെയും സഹാക്കൾ ഈ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലുള്ളവർ അതാത് ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് കയറുന്നു. സ്വാഭാവികമായും കടുത്ത സമരങ്ങളെ കാണേണ്ടി വരും. കാരണം ഇന്ത്യക്കകത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെന്ന് പറയുന്നത് എല്ലാ വിഭാഗം വരുന്ന ജനവിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇല്ലാത്തത്ര പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം പേറുന്ന ഇന്ത്യയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യയിലെ യുവജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെ നല്ല വഴി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരെ താഴെ ഇറക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്.